അധ്യാപിക എന്ത് വസ്ത്രം ധരിക്കണമെന്നതിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? ഈ അധ്യാപിക ചുരിദാർ ധരിച്ചു വന്നതാണല്ലോ ഇപ്പൊ കൊട്ടാരക്കരയിലെ സ്കൂൾ അധികൃതർക്ക് പ്രശ്നമായിരിക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. 2008 തന്നെ അധ്യാപികമാർക്ക് സാരി മാത്രമല്ല ചുരിദാറും ധരിക്കാമെന്ന് സർക്കുലർ സർക്കാർ പുറത്തിറക്കിയിരുന്നു. തൊഴിൽ ചെയ്യാൻ സൗകര്യപ്രദമായ ഏതു വേഷവും ധരിക്കാൻ അധ്യാപകർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും അതിൽ പറയുന്നുണ്ട്. സായ്കുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. സായ്കുമാർ, ഈ അധ്യാപകർക്ക്, അതിൽ മാഷന്മാർക്ക് ഇപ്പൊ മുണ്ടും പാന്റും ഒക്കെ ധരിച്ച് സ്കൂളിലേക്ക് എത്താം, അവർക്ക് വളരെ കംഫർട്ടബിൾ ആയി തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാം. പക്ഷെ അധ്യാപികമാർക്ക് എപ്പോഴും കടമ്പകളായിരുന്നു, അവർക്ക് നേരെ ചട്ടങ്ങളായിരുന്നു. ഈ സാരി തന്നെ ഉടുക്കണം, അതിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമൊന്നും കാണാൻ പാടില്ല. മറ്റ് ചർച്ചകളൊക്കെ ഉണ്ട് ഇത് സംബന്ധിച്ച്. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പേർ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ സർക്കാർ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാക്കിയിരുന്നു, ചുരിദാറോ സാരിയോ ധരിക്കാം. പിന്നീട് വീണ്ടും സർക്കാർ അതിൽ ഒരു തീരുമാനം അറിയിച്ചിരുന്നു, ഏത് വേഷവും സ്വന്തം സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്നൊക്കെ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നം? തീർച്ചയായും റോഷ്നി, ഇതൊരു പുരോഗമന സമൂഹത്തിൽ ഒട്ടും ആശാവഹമല്ലാത്തൊരു നടപടിയാണ് കൊട്ടാരക്കരയിൽ ഉണ്ടായത്. ഇപ്പോൾ വസ്ത്രധാരണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ സർക്കാർ തന്നെ അത് പലവട്ടം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, അധ്യാപികമാർക്ക് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ചട്ടം തന്നെ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെയോ അല്ല, 2008 തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അത് അങ്ങനെ ഒരു സർക്കുലർ ഇറങ്ങിയത് 2008 ഫെബ്രുവരി 4-നാണ്. അതിൽ സാരി ധരിക്കാൻ വേണ്ട സമയനഷ്ടം, ഒപ്പം തിരക്കേറിയ ബസ്സിലും ഇരുചക്ര വാഹനങ്ങളിലും സാരി ഉടുത്തുള്ള യാത്രയും ബുദ്ധിമുട്ടിലായതോടെയാണ് അധ്യാപികമാർക്ക് വേഷം ചൂരിദാറാകാം എന്ന ഒരു വലിയ ചർച്ച ഉയർന്നു വന്ന ഘട്ടത്തിലാണെന്ന് സർക്കാർ അത്തരമൊരു സർക്കുലർ ഇറക്കിയത്. അത് വ്യാപകമായി പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്ത ഒരു കാര്യമാണ്. പിന്നീട് 2021 വീണ്ടും ഇക്കാര്യത്തിൽ അധ്യാപകന്മാരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ 2021 വീണ്ടും ഈ സർക്കുലർ സർക്കാർ വീണ്ടും പുറത്തിറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് തൊഴിൽ ചെയ്യാൻ സൗകര്യപ്രദവും മാന്യമായ ഏത് വേഷവും ധരിക്കാൻ അധ്യാപകന്മാർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് KER നിർദ്ദേശത്തിന്റെ ഉള്ളടക്കത്തിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഇത്തരം വ്യക്തമായി തന്നെ സർക്കാർ ഈ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. അത് സർക്കുലറായി തന്നെ ഉള്ള സമയത്താണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ വിഷയത്തിൽ പലതവണ നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് സ്കൂളുകളിൽ മാത്രമല്ല, കോളേജ് അധ്യാപകന്മാരുടെ കാര്യത്തിലും ഇത് പലതവണ ചർച്ചയായതാണ്. പല കോളേജുകളിലും അവിടെ സ്വകാര്യ കോളേജുകളിലൊക്കെ അവിടെ ജോലിക്കെടുക്കുന്ന അധ്യാപകമാർക്ക് മേൽ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ഘട്ടങ്ങളിലൊക്കെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ പരസ്യമായി ഇത്തരം നിലപാട് പറഞ്ഞിട്ടുള്ളതാണ്. സർക്കാർ ഇക്കാര്യത്തിൽ, മന്ത്രിയുടെ തന്നെ വാക്കുകൾ കോട്ട് ചെയ്താൽ, സർക്കാർ ഇക്കാര്യത്തിൽ പലതവണ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ അധ്യാപകർക്ക് അവർ ഏത് തരത്തിലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്താലും അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാൻ അവർക്ക് അവകാശമുണ്ട്. നമ്മുടെ അധ്യാപകരുടെ മേൽ സാരി അടിച്ചേൽപ്പിക്കുന്ന രീതി കേരളത്തിന്റെ പുരോഗമന മനോഭാവത്തിന് അനുയോജ്യമല്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തന്നെ പരസ്യമായി വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട്. അപ്പോൾ സർക്കാരിന്റെ നിലപാട് അതാണ് ഈ വിഷയത്തിൽ. അത് നിയമപരമായി തന്നെ സർക്കുലർ വഴി തന്നെ സർക്കാർ നിരവധി തവണ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കെയാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുകയും ഒരു പ്രധാന അധ്യാപികയ്ക്ക് സ്കൂളിന്റെ പുറത്ത് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഒരു മാനസികാഘാതം, അവർക്ക് ഇത്തരം പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കണം എന്നൊരു ഘട്ടത്തിൽ പോലും മാതൃകയാകേണ്ട ഒരു സ്കൂളിൽ നിന്നാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത് എന്നുള്ളതാണ്. അതും ഈ സമയത്ത് ഇത്തരമൊരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാട് അവരുടെ ഭാഗത്ത് ഉണ്ടായതാണ് കുറേ അധികം ഇത് ചർച്ചയായത്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് വേഗത്തിലൊരു നടപടിയിലേക്ക് പോയിട്ടുണ്ട്. സർക്കാർ എന്തായാലും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പലതവണ നിലപാട് പറഞ്ഞിട്ടുള്ളതുമാണ്. റോഷ്നി, സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സർക്കാർ നിലപാട് ഇങ്ങനെയാണെന്നിരിക്കെ പിന്നെ ഓരോ സ്കൂളുകൾക്കും ഓരോ തീരുമാനം അധ്യാപകരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് എടുക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നുള്ളതാണ് ചോദ്യം. ഇതിലിപ്പോൾ അധ്യാപിക ചുരിദാർ ധരിച്ചു എന്നത് ഒരു തരത്തിലും ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല. ഒരു അച്ചടക്ക ലംഘനം എന്ന് പറയുന്നതും എങ്ങനെയാണെന്നുള്ള ചോദ്യമാണ്. ചുരിദാർ ധരിച്ചു വരുന്നത് എങ്ങനെയാണ് അച്ചടക്ക ലംഘനമാവുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഒരു പുതിയ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്ത് ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇനിയും നേരം വെളുക്കാത്തവർ നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്തൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്.